കാണിച്ചവരെല്ലായിരുന്നു, ഇങ്ങനെ വെച്ചവരെല്ലാവരും. കൈ അനക്കിയവരും ഇരിക്കുന്നു, കൈ അനക്കിയവരും ഇരിക്കുന്നു. അതെ, കാണുന്ന രണ്ട് കണ്ണുകൾ. യെസ്, പ്രവർത്തിയിലുണ്ട്. യെസ്, വീണ്ടും സിൻ, സേവിയർ, സേവിയർ. കൈപൊക്കിയവരെല്ലാവരുന്നു. യെസ്, here we go. സിൻ, സിൻ. കൈപൊക്കിയവർ വീണ്ടും ഇരിക്കുന്നു. ഇരുന്നോളൂ. സുന്ദരൻ. ഇത്രയും പേര് വാ സത്യസന്ധമായി പ്രവൃത്തിയിൽ അവർ കാണിച്ചു തരികയാണ്. 1 2 3. അവിടെ എല്ലാവരും ഔട്ടായോ? ആദ്യമേ ഔട്ടായി. ഓ വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഓ അങ്ങനെ. ഓ എല്ലാവരെയും കാണാറുണ്ടോ? 1 2 3 ഗോ. സിൻ, സേവിയർ. യെസ്, കൈകൾ ഉയർത്തിയവരെല്ലാം ഇരുന്നോളൂ. സുന്ദര, നീ ഔട്ടായി. ഉയർത്തിയവർ ഔട്ടാണ്, കൈ ഉയർത്തിയവർ ഔട്ടാണ്. കറക്റ്റായിട്ടാണോ? ഓക്കെ, കൈ ഉയർത്തി. എന്നെ നോക്കണം. യെസ്, 1 2 3 ഗോ. സിൻ. ഇരുന്നോ. 1 2 3 ഗോ. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ, സേവിയർ, സാൽവേഷൻ. സൂപ്പർ. ഇരുന്നോ. നീ തൊപ്പിയിരുന്നു. അപ്പോൾ 1 2 3 പേര് മുന്നോട്ട് വന്നു. നല്ലൊരു കൈയടി ഇവർക്ക് കൊടുക്കുന്നു. സ്റ്റേജിലേക്ക് വരുന്നു. $2000 പോയിന്റിന് വേണ്ടി വാശിയേറിയ മത്സരം. പ്രത്യേക ക്ഷണം കിട്ടാത്തത് കൊണ്ടാണ് വരാത്തത്. യെസ്, പ്രവൃത്തിയിൽ നിങ്ങൾ കാണിച്ചു തരുമെന്ന് ആദ്യമേ പറഞ്ഞതുകൊണ്ട് വെറുതെ വിടുന്നു. ഇവിടെ എത്ര പേരുണ്ട്? എണ്ണി വരാൻ അത്ര 4 പേരെ എണ്ണാൻ ഒരുപാട് താമസം. ഇവിടെ എത്ര പേരുണ്ട്? അതിനാണോ? ഓ എല്ലാം കൂടെ ചേർത്താണ് അവർ പറഞ്ഞത്. പോകുന്നു. 11 പേര്. എന്തിനും തയ്യാറായ കരുത്തരായ ഒരു 2 ലീഡറും ഉണ്ടതെന്ന് വലിയ കാര്യം. നല്ല കൈയടി അവർക്ക് കൊടുക്കുന്നു. 1 2 3 ഗോ. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ, സേവിയർ, സാൽവേഷൻ. വരട്ടെ. ഓക്കെ, പോയിരുന്നുള്ളൂ. മോള് പോയിരുന്നു. യെസ്, ഔട്ടായി. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ കാണുന്ന എത്ര കണ്ണുണ്ട് ഇവിടെ? അത് എണ്ണാൻ പറ്റിയല്ലേ? 150. വാവ്, അപാരം തന്നെ. ആ സെൻസർ സമ്മതിക്കണം. നല്ലൊരു കൈയടി. 150 പേരെ അവൻ ഇവിടെ എണ്ണി കണ്ടുവച്ചിട്ടുണ്ട്. യെസ്, കൊള്ളാം. 1 2 3 ഗോ. സാൽവേഷൻ. യെസ്, 3 3 ആയി ചുരുങ്ങിയിരിക്കുന്നു. നല്ല കൈയടി വീണ്ടും. ആർക്ക് കിട്ടും? പോയേ, ആർക്ക് കിട്ടും? സൂപ്പർ. മതി. സിൻ, സേവിയർ. ഇത് ഏത് ആക്ഷനാണ്? ഞാൻ സേവിയർ അങ്ങോട്ട്. ശരി. സേവിയർ ഇങ്ങനെയാണോ? കൊക്കൊക്കെ നിൽക്കുന്ന പോലെ. യെസ്, 1 2 3 ഗോ. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ. സുന്ദരമായൊരു മുഖം ഇവിടെ നിൽക്കുന്നു. സത്യസന്ധതയ്ക്ക് ഒരു നല്ലൊരു അവാർഡ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഹെബ്രോൻ ടീമിലെ ലീഡർ ആയിരിക്കും. നല്ലൊരു കൈയടി. യെസ്, ഇനി എന്നെ നോക്കണം. എന്നെ നോക്കാത്തവർ എന്ത് ചെയ്യണം? ഹൃദയത്തിൽ കർത്താവിനെ ധ്യാനിച്ച് മിണ്ടാതെ കണ്ണുമടച്ച് എന്ത് ചെയ്യണം? പോയി ഇരിക്കുന്നതായിരിക്കുന്നല്ലോ. അല്ലെ, ടീച്ചർമാരെ പിടിച്ചു വലിക്കും. 1 2 3 ഗോ. സിൻ, സേവിയർ. 1 2 3 ഗോ. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ, സേവിയർ, സാൽവേഷൻ. ഇനി രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നു. എന്നെ തന്നെ നോക്കുന്നു. ഉണ്ടോ? പുറത്തുനിന്ന് ഇറക്കിയേക്കുക ക്യാമറയുടെ കണ്ണുകൾ. ഇത് നമ്മൾ രാവിലെ പഠിച്ചത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ക്യാമറ വരെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. 1 2 3 ഗോ. സിൻ, സേവിയർ, സാൽവേഷൻ. അനക്കി പോകോ. വാവ്, സൂപ്പർ. നല്ല കൈയടി കൊടുക്കുന്നു. 1 2 ആയിട്ട് ചുരുങ്ങിയിരിക്കുന്നു. 1 2 3 ഗോ. സിൻ, സേവിയർ. സിൻ, സേവിയർ, സാൽവേഷൻ. ഇനി ഒരു വാണിംഗ് ഇല്ല. നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? പോകണം. 1 2 3. സിൻ, സേവിയർ, സാൽവേഷൻ. സിൻ. യെസ്, ഒരു പ്രവൃത്തിയിൽ കാണിച്ചു തരുമെന്ന് പറഞ്ഞെങ്കിലും അറ്റം വരെയും പിടിച്ചു നിന്ന കഴിഞ്ഞില്ലെന്ന്. യെസ്, 2 പേര് വിജയികളായിരിക്കുന്നു. ലഭിക്കുന്നു 2000. സാറേ,
സാറേ അവർക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റ് ഉണ്ട്. യെസ്, ഒന്നാം സമ്മാനത്തിന് ഇറങ്ങരാ. എവിടെ ചാരി ഇരിക്കരുതെന്ന് ആദ്യം പറഞ്ഞു. ഓടി വാ. മാറി നിൽക്കട്ടെ, എന്നെ ഇടിച്ചിട്ടല്ല. ഓടി വരുന്നു. എവിടെ? പ്രവൃത്തിയിൽ ഇങ്ങനെ തന്നെ കാണിച്ചു കൊടുക്കണം. കാല് പിടിക്കുക അല്ല. ഓക്കെ, ഫോട്ടോ എടുക്കണം. എല്ലാവരും ഫോട്ടോ എടുക്കണം. ഞാൻ ഗിഫ്റ്റ് തരുന്നത് അവിടെ പുറകെ ഫോട്ടോ എടുക്കണം. എന്തെങ്കിലും സാറിന്റെ ഫോട്ടോ എടുക്കാൻ പ്രത്യേകം വരുത്തിയതാണോ എനിക്ക് സംശയമുണ്ട്. ഒരു കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നു. 1 2 3 here we go. ഓക്കെ, അടുത്തയാണ് ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുക്കും. ഓക്കെ, നല്ലൊരു ഫോട്ടോ എടുക്കുന്നു. ഓക്കെ, അടുത്ത ഫോട്ടോ വീഴുന്നു. സെക്കൻഡ് പ്രൈസ് നല്ലൊരു 5 രൂപയുടെ പഞ്ചാണ്. നല്ല കൈയടി. എന്നിട്ട് പല്ല് വെച്ചിട്ട് കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പല്ല് പൊഴുതില്ല. അപ്പൊ നല്ലൊരു കൈയടി കൊടുക്കുന്നു. 1000 പോയിന്റ് രണ്ടാം സ്ഥാനത്ത് ഇറങ്ങനായ ബദൽ ടീമിന് ലഭിക്കുന്നു. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ഒന്നും തന്നെയല്ല, പരാതി വീണ കങ്ങളിനി ഇല്ല. എന്നപ്പനെന്ന സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം. ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും. ഇനി ചോദ്യം ചെയ്യൽ കുറ്റം പറച്ചിൽ ഒന്നും തന്നെയല്ല, പരാതി വീണ കങ്ങളിനി ഇല്ല. എന്നപ്പനെന്ന സോദരങ്ങൾ ദൈവത്തിന്റെ ദാനം. ജീവകാലം ജീവിക്കും ഞാൻ നിൻ വഴിയിലെന്നും. എന്നെ നന്നായി നനഞ്ഞു എന്നുടെ താതൻ. എന്നെ നന്നായി നനഞ്ഞു എന്നുടെ താതൻ. ദൂരെ നിന്നാണ് വരുന്നത്. ഒരുപാട് ദൂരെ. എങ്ങനെ ദൂരെ അങ്ങനെ അങ്ങ് ദൂരെ നിന്നാണ് വരുന്നത്. ഇങ്ങനെ ഒരു VBS പറവൂർ IBC നടക്കുന്നെന്നറിഞ്ഞ് നിങ്ങളെ ജോഷുവിനെ കാണാൻ വന്നതാണ് അല്ലേ? കാലേബ് ജോഷു അല്ലേ? ജോഷുവിനെ കാണാൻ വന്നതാണ്. നിങ്ങളെല്ലാവരും കാണാൻ വേണ്ടി സുന്ദരിമാരും പ്രത്യേകിച്ച് എന്നെ പോലൊരു സുന്ദരമായ അല്ലേ? അപ്പം നിങ്ങളെ പോലെ. ഓക്കെ, അപ്പം നമ്മളെ പോലെയുള്ള സുന്ദരിമാരെ കാണാൻ വേണ്ടി ഒരു അതിഥി വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഒരു അതിഥി വന്നിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ, ഇൻവൈറ്റ് ചെയ്യണോ? റെഡിയാണോ? ആർ യു റെഡി? ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യാൻ പോകണം. അങ്ങോട്ട് നോക്കൂ എന്ന് പറയുമ്പം വരത്തില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെൽക്കം ചെയ്യണം. എല്ലാവരും പടക്കമൊക്കെ പൊട്ടിക്കാൻ റെഡിയാണല്ലോ? ഓക്കെ, പടക്കം പൊട്ടിക്കാൻ റെഡിയാണ്. അപ്പം ചുമ്മാ പടക്കം പൊട്ടിച്ചാൽ പോരാ, നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ട് പടക്കം പൊട്ടിക്കണം. എഴുന്നേറ്റ് നിന്നിട്ട് പടക്കം പൊട്ടിച്ച് നമുക്കറിയാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഡാൻസ് ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ആരും വരത്തുള്ളൂ. അപ്പോൾ കൈയടിച്ച് വേണം ഡാൻസ് ചെയ്യാൻ. അതുകൊണ്ട് ആരും തുള്ളി ചാടിയോ അറിയുകയോ ഒന്നും ചെയ്യരുത്. കൈയടിച്ച് ഡാൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നു. ഗസ്റ്റ് അവിടെ നിന്ന് വരുന്നെന്ന് പറയുമ്പോൾ വരത്തില്ല. ഇങ്ങോട്ട് നോക്കണം. ഇങ്ങോട്ട് നോക്കിയെങ്കിൽ മാത്രമേ വരത്തുള്ളൂ. പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ എല്ലാവരും ക്ലാപ്പൊക്കെ ഒന്ന് ക്ലാപ്പ് ചെയ്തേ. ഈ ക്ലാപ്പിന് ഇത് കുശുമ്പ് അസൂയുള്ളവരുടെ ക്ലാപ്പാ. എന്നോട് പറഞ്ഞത്
ഓക്കെ ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞത് നിങ്ങളെല്ലാവരും വളരെ മനോഹരമായിട്ട് ഇൻവൈറ്റ് ചെയ്യണം, പടക്കം പൊട്ടിക്കണം. പടക്കം പൊട്ടിക്കാൻ അറിയാലോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓക്കെ ചുമ്മാ ഉറക്കുമ്പോൾ ഓലപ്പടക്കമുണ്ട് അല്ലേ, മാലപ്പടക്കമുണ്ട്, അങ്ങനെ എല്ലാ പടക്കം മതി സൂപ്പർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളെല്ലാവരുടെയും കയ്യിലുണ്ട്, കൈയാണ് നമ്മുടെ പടക്കം ഇങ്ങോട്ട് നോക്കുന്നു. നമ്മൾ പടക്കം പൊട്ടിക്കും, കൂടെ നമ്മൾ പാടും വെൽ 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 കം 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 വെൽ വെൽ വെൽക്കം വെൽക്കം. ഓക്കെ, നമ്മൾ ഒരുമിച്ച് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു മ്യൂസിക് ഇടും. മ്യൂസിക് ഇടുമ്പം അദ്ദേഹം പുറകിൽ ഇവിടെ വന്നിട്ടില്ല, ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മാത്രം വരത്തുള്ളൂ, നിങ്ങൾ പാടിയെങ്കിൽ മാത്രം വരത്തുള്ളൂ. നിങ്ങളുടെ സ്വീറ്റ് വോയിസ്, മൃദുലമായ മാധുര്യമേറിയ ശബ്ദം കേൾക്കുവാൻ ആരാഗ്രഹിക്കുന്നു? വരുന്ന അതിഥി ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൈ അടിക്കുന്നു. വെൽ 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 കം 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 വെൽ വെൽ കം കം വെൽക്കം സാ വെൽ 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 കം 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 വെൽ വെൽ കം. നമ്മുടെ അതിഥി നമ്മുടെ മുമ്പിൽ കടന്നു വന്നിരിക്കുകയാണ്. ഇത്ര സന്തോഷകരമായ നിമിഷം അല്ലേ? അപ്പൊ നമ്മളോടൊപ്പം അതിഥി ഉണ്ട്. അതിഥി നമ്മളെ പരിചയപ്പെടാൻ പോവുകയാണ്. വേഗത്തിൽ പരിചയപ്പെട്ടിട്ട് നമ്മൾ ആദ്യമേ പഠിച്ചൊരു ആശനുണ്ട്. അപ്പൊ അവര് ഇരുന്ന് പരിചയപ്പെടാം അല്ലേ? ഇരിക്കണോ? ഓക്കെ ഓക്കെ, എഴുന്നേറ്റ് നിന്നാ മതി എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിഥിക്ക് മലയാളം അറിയത്തില്ല. അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കും കുറച്ചേ അറിയത്തുള്ളൂ, സാറും കുറച്ചേ അറിയത്തുള്ളൂ. ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ചെറിയതായ രീതിയിൽ. അപ്പം നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കണം. അപ്പോൾ അതിഥി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് ചോദിക്കാൻ പോവാണ്. നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചോദിക്കണം, പേരെന്താണ്? വാട്സ് യുവർ നെയിം? ഒരുമിച്ച് ചോദിക്കും. പക്ഷെ ഇങ്ങനെ ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയത്തില്ല. ഞാൻ ഇത് ട്രാൻസ്ലേഷൻ ചെയ്യാം. ബണ്ണി എന്നാണ് പേര് പറയുന്നത്. എന്താണ് ബണ്ണി എന്നാണ്? അത് നല്ലൊരു കൈയടി കൊടുക്കുന്നു. അപ്പം ഒരുമിച്ച് വെൽക്കം ചെയ്യുന്നു. വെൽ 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 കം 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 വെൽ വെൽ കം കം വെൽക്കം ബണ്ണി. അപ്പോൾ ബണ്ണിക്ക് യോ കൊടുത്താൽ നമ്മുടെ യോ ഒക്കെ ബണ്ണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സാർ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മുടെ സ്റ്റൈലിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കൈയൊക്കെ ഒന്നും മേലെ കയറി. ഓക്കെ, യോ വെക്കാൻ പോവാണ്. ബണ്ണിക്കൊരു യോ കൊടുക്കാം. വീണ്ടും യോ കൊടുക്കാം. സ്റ്റൈലായിട്ടൊരു യോ കൊടുക്കാം. പവറിലൊരു യോ കൊടുക്കാം. ഗുമ്മിലൊരു യോ കൊടുക്കാം. ബണ്ണിക്കൊരു യോ കൊടുക്കാം. പവറിലൊരു യോ കൊടുക്കാം. സ്റ്റൈലായിട്ടൊരു യോ കൊടുക്കാം. ഓക്കെ, അപ്പോൾ സൂപ്പർ. നമ്മൾ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ബണ്ണിക്ക്. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? ഓക്കെ, അദ്ദേഹം ഒരുപാട് ദൂരത്ത് നിന്നാണ് വരുന്നത്. നിങ്ങളെ കാണാൻ വേണ്ടി മാത്രമാണ്. ഞങ്ങളെ ഇഷ്ടപ്പെട്ടു. സൂപ്പർ കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞത്. ഇവരെ ആരെങ്കിലും അറിയാമോ താങ്കൾക്ക്? ഇല്ല, അറിയത്തില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ സുന്ദരന്മാരും സുന്ദരിമാരും അല്ലേ? സൂപ്പറാന്നാണ് പറഞ്ഞത്. എല്ലാരും ഒന്ന് ചിരിച്ചു കാണിച്ചേ.
ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങളൊന്ന് ചിരിച്ച് കാണിക്കണം ബണ്ണിയെ. നിങ്ങളുടെ ചിരി കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ചിരിക്കാൻ പോവാണ്. സൂപ്പർ. ഹൗ യു വാണ്ട് മനുഷ്യ? ഞങ്ങളുടെ ചിരി എങ്ങനെയുണ്ട്? സൂപ്പർ ചിരിയാണെന്നാണ് ബണ്ണി പറഞ്ഞിരിക്കുന്നത്. അപ്പം ബണ്ണി നമ്മുടെ കൂടെ പാട്ടുകളൊക്കെ പാടാനും ആക്ഷൻ കളിക്കാനും ഒക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കൂടെ ഒരുപാട് അച്ചാച്ചന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെല്ലാം പുറകിലാണ്. പക്ഷേ ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ ബണ്ണിയോട് വീണ്ടും നമ്മൾ ചോദിക്കാൻ പോവാണ്, ബണ്ണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണ്? ആക്ഷൻ സോങ് ആണ് ഇഷ്ടം. അപ്പോൾ ആക്ഷൻ സോങ് കളിക്കാൻ റെഡിയാണോ? ബണ്ണി നിങ്ങളുടെ കൂടെ ആക്ഷൻ കളിക്കണമെന്നാണ് പറഞ്ഞത്. വേറെ എന്ത് ഭാഗ്യം വേണോ? ഇത്രയും വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടി. നല്ലൊരു കൈയടി കൊടുക്കുന്നു. ഇവിടെ ഇറങ്ങി വന്ന് ആക്ഷൻ കളിക്കാം. അപ്പൊ നമ്മള് അപ്പൊ നമ്മള് ആർ യു റെഡി എന്ന് ചോദിക്കാൻ പോവാണ്. ഓക്കെ, ബണ്ണി നിങ്ങളോട് ആർ യു റെഡി ചോദിക്കാൻ പോകണേ, റെഡിയാണോ എന്ന്. അപ്പൊ നമ്മളെ കാണിക്കണം കേട്ടോ. ഞങ്ങൾ പഠിപ്പിച്ചത് നാണക്കെടുത്തരുത്. ഞങ്ങളുടെ ഈ ശുഭ വലിയ അതിഥിയൊക്കെയാണ്. അപ്പൊ നമ്മൾ നാണക്കെടുത്തരുത്. അപ്പൊ ഒരുമിച്ച് ചോദിക്കുന്നു, ആർ യു റെഡി? സൂപ്പർ. ആർ യു റെഡി? സൂപ്പർ. അപ്പം ഒരുമിച്ച് ആക്ഷൻ കളിക്കാൻ റെഡിയാണോ? ഓക്കെ. ഹാപ്പിയാ. നമ്മൾ ഒരുമിച്ച് ആക്ഷൻ കളിക്കാൻ പോകുന്നു. വണ്ടി കിട്ടില്ല. ആക്ഷനാണ് നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് ആക്ഷൻ കളിക്കാൻ വേണ്ടി പോകും. വണ്ടി ആക്ഷൻ കളിക്കാൻ അതുപോലെ ആർത്തിയോടെ നിൽക്കുന്നു. നമ്മൾ ഒരുമിച്ച് ആക്ഷൻ ചെയ്യുന്നു. 1 2 3. സാർ ഓക്കെ, ഒന്നുകൂടി എഴുതുന്നു. 1 2 3. വെയിറ്റ് ചെയ്ത് മടുക്കുന്നു. ഓക്കെ, 1 2 3. happy oh happy എന്നും ഞാൻ ഹാപ്പിയാ ഓഹോ എന്നും ഞാൻ ഹാപ്പിയാ അരികിലുണ്ടേശു എന്നും എൻ കൂടെ ഒപ്പവും എപ്പോഴും നല്ലൊരു സഖിയായി കൂടെയുണ്ടെന്നും കൈവിടില്ലെന്നും വാക്കു തന്നപ്പനായി എന്നും എൻ കൂടെ ആര് മറന്നാലും ആര് വെറുത്താലും ആര് തള്ളിയാലും എന്നും ഞാൻ ഹാപ്പിയാ ആര് കൂടിലേലും ആര് മിന്നിച്ചാലും ആര് മിണ്ടില്ലേലും എന്നും ഞാൻ ഹാപ്പിയാ ലാ 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 കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ കൂടെ നിന്നവരും കൂടെ വന്നവരും കൂടെ നടന്നവരും കൂടില്ലേലും ഹാപ്പിയാ നന്മ പറഞ്ഞവരും നന്നായി ചിരിച്ചവരും മോശം പറഞ്ഞവരും കൂടില്ലേലും ഹാപ്പിയാ സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ സ്വന്തമായി ജീവനും തന്നതും രക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകളാക്കി സീറോ ആയ ഞാൻ നേരെ നിന്നതും ഹീറോ ആയ യേശു വന്നതാലേ സ്വന്തമായി ജീവനും തന്നതും രക്ഷയും ചേർത്തു എന്നെ സ്വന്തം മകനാക്കി ലാ 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 happy.
അപ്പോൾ വണ്ടിക്ക് നമ്മളെ ഇഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ ചോദിക്കാൻ പോവാണ്. അപ്പോൾ ഒരുമിച്ച് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടോ? സൂപ്പറാണെന്നാണ് ബണ്ണി പറഞ്ഞിരിക്കുന്നത്, മനോഹരമാണെന്നാണ് ബണ്ണി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്റ്റൈലിൽ ചോദിക്കാൻ പോവാണ് ഇഷ്ടപ്പെട്ടോ എന്ന്. എങ്ങനെയാണ്? ഒന്നുകൂടെ ചോദിക്കുന്നു, ഇഷ്ടപ്പെട്ടു? ഓ, ഇഷ്ടപ്പെട്ടെന്നാണ് ബണ്ണി പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു കൈയടി. അപ്പോൾ വണ്ടിക്ക് സന്തോഷമായി. നമ്മുടെ ആശന് ഇഷ്ടപ്പെട്ടു, പാട്ട് ഇഷ്ടപ്പെട്ടു, ഇടയ്ക്കിടയ്ക്ക് ബലൂണ് പൊട്ടുന്നത് ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടപ്പെട്ടു. അപ്പോൾ വണ്ടിക്ക് നല്ലൊരു കൈയടി കൊടുക്കുന്നു. അപ്പോൾ വണ്ടിയെ ഞങ്ങളെന്ന് പരിചയപ്പെടുത്തുകയാണ്. 2 ടീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് ബദേലാണ്, ഇത് ഹെബ്രോൻ. ഇഷ്ടപ്പെട്ടല്ലോ, സൂപ്പർ. അപ്പോൾ നമ്മൾ പഠിച്ച വാക്യങ്ങൾ നമ്മളെ വണ്ടി എന്ന് പറഞ്ഞ് കേൾപ്പിക്കാൻ പോകുന്നു. ആർ യു റെഡി? സൂപ്പർ. അപ്പോൾ ഒന്നാം ദിവസം ഞാനിവിടുത്തെ പെട്ടെന്ന് അപ്രതീക്ഷിതമായത് എന്നെ പേടിപ്പിക്കുന്നു. യെസ്, 1 2 3 ഗോ. സാർ ഞാൻ എല്ലാം കുഴപ്പമില്ല, ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് എൻ്റെ വിലയോടെ കളഞ്ഞു. ഞാനങ്ങ് ദൂരെ നിന്ന് പന്നിയെ കൊണ്ടുവന്നതാണ്, തെറ്റിക്കാതെ. യെസ്, കണ്ണടച്ച് 1 2 3 സ്റ്റാർട്ട്. സാറേ, ഇവർ പെട്ടെന്ന് ബണ്ണിയുടെ ഭാഷ പഠിച്ചു കേട്ടോ. അതാണ് നമ്മളൊക്കെ വേഗത്തിലല്ലേ. അഭിനന്ദന, പണിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കൈഡി. അപ്പോൾ ഒന്നാം ദിവസം വാക്യം പണിക്ക് ഇഷ്ടപ്പെട്ടു. 2ാം ദിവസമായി ഇന്ന് നമ്മൾ ഒരു വാക്യം പഠിച്ചു. വേഗത്തിൽ പറഞ്ഞു കേൾപ്പിക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. സ്തോത്രം ചെയ്യുന്നു. ഭയങ്കരവും അതിശയകരമായി ഞങ്ങളെ ശിക്ഷിച്ചത് കൊണ്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നുണ്ട്. നല്ലൊരു കൈയടി. സൂപ്പർ. അപ്പോൾ ഞങ്ങൾ എവിടെയെല്ലാം ഇഷ്ടപ്പെട്ടോ? ഈ സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടോ? ഭയങ്കര ചൂടാണെന്നാണ് പറയുന്നത്. ഈ ലൈറ്റ് ഉള്ളത് കൊണ്ടായിരിക്കും ചൂട്. ലൈറ്റ് നിന്ന് മാറുന്നതാണ്. അതിന് ചോട്ടിൽ നിന്നാലും ചൂടങ്ങ് മാറും. യെസ്. അപ്പോൾ വണ്ടിക്ക് നമ്മുടെ കാലാവസ്ഥ അങ്ങോട്ട് പിടിക്കുന്നില്ല. തണുപ്പ് രാജ്യത്തിൽ നിന്നാണ് വരുന്നത് അല്ലേ? ഐസുള്ള രാജ്യത്തിൽ നിന്നാണ് വരുന്നത്. അതാണ് മൂടി പുതച്ചൊക്കെ വരിക. പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്ത് പറ്റി? ഐസുണ്ടോ? ചൂട്. കേരളത്തിലെ ചൂടിന്റെ താപം എത്ര അറിയാമോ? 40. അതെ, വണ്ണി കരയുകയാണ്. അതെ, വണ്ണിയുടെ കരച്ചിലാണ്. നിങ്ങൾക്ക് ചിരി വരുന്നോ? വണ്ണി സങ്കടപ്പെടുകയാണ്. യെസ്, ആ സങ്കടം നോക്കൂ. കരയുന്നു. വണ്ണിക്ക് ഏതൊക്കെ ഭാഷ വേറെ അറിയാം? ഹിന്ദി അറിയാം? ഹിന്ദി അറിഞ്ഞൂടാ. ഏതോ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് അറിയാം, പിന്നെ കുറച്ച് നമ്മളെ പോലെ തന്നെ. അപ്പോൾ കുഴപ്പമില്ല, കൂടെ നിർത്താം. തമിഴ് കുറച്ച് കൊഞ്ചം. ഇവിടെ എല്ലാവർക്കും കൊഞ്ചം അറിയാം. അതാണ് നമുക്ക് ഏറ്റവും വലിയ ബലം. അപ്പോൾ കൊഞ്ചം തള്ളിയാ ബഹുദൂരം മുന്നോട്ട് പോകാൻ കഴിയും. അടുത്ത് വേറെ ഹിന്ദി. ആശൻ ഏത് ആശൻ വേണമല്ലോ, ഏത് അറ്റം വരെ പോകാനും ബണ്ണി റെഡിയാണ്. ഒരു ആശനും കൂടെ ഇവർ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് കണ്ടുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഇന്നലെ പഠിച്ച മങ്കിച്ചേട്ട നമ്മുടെ ബണ്ണിക്ക് ആഗ്രഹമുണ്ട്, നമ്മുടെ കൂടെ ഒന്ന് ആശം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ ചാടി എഴുന്നേൽക്കുന്നു. 1 2 3 സ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ വേഗത്തിൽ നമ്മളെ മങ്കിച്ചേട്ട കളിക്കുന്നു. ആർ യു റെഡി? അപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥയുണ്ട്. ബണ്ണി ചേട്ടൻ നമുക്കിവിടെ അധികം നേരം തണുപ്പുള്ള രാജ്യത്തോട് പറഞ്ഞു വേണ്ടാണ്. 1 2 3 ഗോ. ഇങ്ങനെ ഓടുന്നേ, ചോദിക്കട്ടെ ഞാനൊരു കാര്യം. പങ്കിച്ചേട്ടാ, എന്നാ ഇങ്ങനെ ഓടുന്നേ, ചോദിക്കട്ടെ ഞാനൊരു കാര്യം. സയൻസ് പറഞ്ഞൊരു സംഗതിയാ, സ്കൂളിൽ പഠിച്ചൊരു സംഗതിയാ. നീയോ എന്നുടെ വല്യപ്പച്ചൻ, നീയോ എന്നോട് മുത്തച്ഛൻ. നീയോ എന്നുടെ വല്യപ്പച്ചൻ, നീയോ എന്നോട് മുത്തച്ഛൻ.
സൂപ്പർ ആണെന്നാണ് പറഞ്ഞേ. ബണ്ണി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടല്ലേ? അടിപൊളി അല്ലേ? അപ്പം ബണ്ണിക്ക് ഭയങ്കര സങ്കടമാണ്. ഒറിജിനൽ പോലും കളിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളത് കളിക്കാത്തതുകൊണ്ട് ബണ്ണിക്ക് ഭയങ്കര സങ്കടമാണ്. വീണ്ടും ബണ്ണി കരഞ്ഞോ, കണ്ടോ? അത് കരയുകയാണ്, കണ്ടോ? കണ്ണ് കരയണ്ടെന്നൊന്ന് പറയാ. ബണ്ണി കരയണ്ട, ഉറക്കൊന്ന് പറയാം. ബണ്ണി കരയണ്ട. നമ്മൾ ബണ്ണിയെ ആശ്വസിപ്പിച്ചു. നമ്മൾ ഒറിജിനൽ പോലും കളിക്കണമെന്നാണ് അല്ലേ? ഓ, ഒറിജിനൽ പോലും ഇവിടെ പോയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുമിച്ച് കളിക്കാൻ പോകണേ. റെഡിയാണോ? അപ്പൊ ബണ്ണി നമ്മളോട് ചോദിക്കാൻ പോകണം, ആർ യു റെഡി? ആർ യു റെഡി? ആർ യു റെഡി? സംസാരിക്കാനുണ്ട് ബണ്ണി ആക്ഷനെ കുറിച്ച്. ഓ, എന്തോ എല്ലാവരും ആക്ഷൻ കളിക്കണമെന്നാണ് പറഞ്ഞത്. അവിടെ കുറെ പേര് ഇരിപ്പുണ്ട്, ഇരിക്കുവാണ് അവിടെ. അപ്പൊ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ് ബണ്ണി പറയുന്നത് അല്ലേ? ഇവിടെ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് ബണ്ണി പറയുന്നത്. കേട്ടോ, പുറകിൽ നടുവേദന മാറുമെന്നല്ല ബണ്ണി പറയുന്നത്. ബണ്ണി എന്താണ്? ഓ, നടുവേദന മാറും, കാലുവേദന മാറും ബണ്ണിയാണ് പറഞ്ഞത്. അപ്പൊ ബണ്ണി പറയുന്നത് നമ്മൾ അനുസരിക്കണം. എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ, 1 2 3 here we go. ഒറിജിനൽ പോലും തോറ്റുമടങ്ങും AI എന്റെ കാലമാ, വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പുറമേ കണ്ടാൽ വൗ വൗ വൗ, അകമേ മുഴുവൻ അയ്യയ്യോ. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. പറ്റിക്കപ്പെട്ടാലോ പിന്നെ മുഖവും പൊത്തി നടക്കാം. അയ്യോ അയ്യോ അയ്യോ, നാണം നാണം കെട്ടല്ലോ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. നല്ലത് നോക്കി ചൂസ് ചെയ്യാം, ചീത്തയൊക്കെ തള്ളിക്കളയാം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ, ജുമ്മാകും ജുമ്മാകും ജുമ്മാ ഗുമ്മ ജുമ്മ. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. ബുദ്ധി മാത്രം പോരാ, അതിന് ദൈവകൃപയും വേണം. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ. വല്ലാത്ത കാലമാ, നീ നേരെ ചൊവ്വെ പൊക്കോണേ.
ബണ്ണിക്ക് നല്ലൊരു കൈയടി കൊടുക്കുന്നു. ബണ്ണിക്ക് ഒരു ജയ് കൊടുക്കുന്നു. ബണ്ണിക്ക് ഒരു ജയ് കൊടുക്കാം. വീണ്ടും ഞാൻ കൊടുക്കാം. സൈലന്റ് ഒരു ഞാൻ കൊടുക്കാം. ബണ്ണിക്ക് എന്താണ് പറയാനുള്ളത്? അടുത്ത VBSലേക്ക് പോകേണ്ട സമയമായെന്നാണ് ബണ്ണി പറയുന്നത്. ബണ്ണിക്ക് ഭയങ്കര സങ്കടമാണ്. ബണ്ണിക്ക് ഭയങ്കര സങ്കടമാണ്. നിങ്ങൾക്ക് സങ്കടമുണ്ടോ? ബണ്ണി പോകണോ? വണ്ടി പോകണോ? പോണ്ടയോ? പോണ്ടല്ലേ? വേണ്ട. ബണ്ണി ഇഷ്ടപ്പെട്ടോ? ബണ്ണിയോട് പറ ബണ്ണി പോകണ്ട. ബണ്ണിക്ക് ഭയങ്കര സങ്കടവും കരയുമാണ്. സഹിക്കാൻ പറ്റുന്നില്ല. VBS ഉണ്ട്. VBSന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അടുത്ത വർഷം നിങ്ങളെ വരുമ്പോ ഇവിടെ വന്ന് കാണുമെന്നാണ് ബണ്ണി വരുന്നത്. ബണ്ണിക്ക് ഒരു നല്ല കൈയടി. അടുത്ത വർഷം ബണ്ണി വരണോ? വേണ്ട. വേണോ? ബണ്ണി അടുത്ത വർഷം വേണോ? വേണമെന്നൊക്കെ ഒരു കല്യാണിയാ പറഞ്ഞേ. നന്നായിട്ട് ഒരു കല്യാണിയാ പറഞ്ഞേ. 2 കൈ വരച്ച ഒരു കല്യാണിയാ പറഞ്ഞേ. ബണ്ണി ഇത്ര സ്നേഹിക്കുന്ന ഏതൊരു ഒരു വാക്ക്. കരയുവാണോ? ആരും കരയില്ലേ? ബണ്ണി ഇപ്പൊ പോകല. ആരും റെഡി? ബണ്ണി ബണ്ണി പോവാണ്. ബണ്ണി ഭയങ്കര കരച്ചിലാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പോണോ? ബണ്ണിക്ക് ടാറ്റ കൊടുക്കണം. ബണ്ണിക്ക് പോയേ പറ്റൂ. ബണ്ണിക്ക് അടുത്ത VBS ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ടാറ്റ കൊടുക്കും. ബൈ ബണ്ണി. ഓരോക്കെ പറ ബൈ ബണ്ണി. ബണ്ണി ഒരു കാര്യം കൂടി ഉണ്ട്. ആരും ബണ്ണിയെ കയറി ആക്രമിക്കരുത്. ബണ്ണി എന്ത് ചെയ്യും? കടിച്ചു പറിച്ചു തിന്നു. അപ്പോൾ ആരും ബണ്ണി എന്ത് ചെയ്ത്? അപ്പൊ യൂട്യൂബിൽ എന്തുണ്ട്? ബണ്ണിയുടെ വീഡിയോ കിടപ്പുണ്ട്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം? എക്സൽ മീഡിയ VBS മീഡിയ ഇന്നത്തെ ഈ ലൈവ് മുഴുവൻ, ഇന്നത്തെ ഈ വീഡിയോ ഫുള്ള് കാണും. അപ്പോൾ യൂട്യൂബിൽ എല്ലാവരും അത് കാണണം. അപ്പോൾ ബണ്ണി ബൈ ബണ്ണി. ബണ്ണി കരഞ്ഞുകൊണ്ടാണ് ടാറ്റ കൊടുക്കുന്നത്. ബൈ ബണ്ണി. ബണ്ണി ബണ്ണി പോയിരിക്കുകയാണ്. നിങ്ങൾ നോക്കുന്നു. ബണ്ണി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അർപ്പിക്കുന്നു. ഇപ്പോൾ കുട്ടച്ചൻ പാഷ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. സജിപ്പാസ് ആശീർവാദം പറയും. മുൻപോട്ട് വന്നിട്ട് രണ്ടുപേരും. സജിപ്പാസ്. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹത്വവാനും നിത്യനുമായിരിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ VBSനോടുള്ള ബന്ധത്തിൽ 2ാം ദിനം കർത്താവെ, ഇന്ന് പകല് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കണം കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കർത്താവെ എക്സിക്യൂട്ടീവ് അങ്ങായിരിക്കുന്ന സൺഡേ സ്കൂളിൻ്റെ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവദാസന്മാരെയും സഹോദരങ്ങളെയും കർത്താവെ കടന്നു വരുവാൻ തക്കണം ദൈവം സഹായിച്ചല്ലോ. നല്ല വചനങ്ങളെ കർത്താവെ പഠിപ്പാനും ആക്ഷൻ സോങ് ഒക്കെ കർത്താവെ പഠിപ്പാനും ഒക്കെ കർത്താവ് സഹായിച്ചല്ലോ. ദൈവനാമ മഹത്വത്തിനായി കർത്താവെ VBS തീർന്നതിനായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എക്സൽ കർത്താവെ VBSന്റെ കർത്താവെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പിന്നിൽ നിന്ന് അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ എല്ലാം ദൈവം സഹായിക്കുമാറാകണമേ. ക്ലാസ് എടുക്കുവാൻ അനുഗ്രഹരായ ടീച്ചേഴ്സിനെ കർത്താവ് ഒരുക്കിയല്ലോ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കർത്താവെ വെസ്റ്റ് എൻഡറിന്റെ സൺഡേ സ്കൂൾ എക്സിക്യൂട്ടീവിനായി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഇതിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവെ കടന്നു വന്നവരെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. ആരോഗ്യമുള്ളവരായി കർത്താവെ നാളെ കർത്താവെ സമാപന ദിവസമായിരിക്കുന്ന നാളെ പകല് കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരെയും സഹായിക്കണം. നല്ല കാലാവസ്ഥ ദൈവം ഒരുക്കണം. കടന്നു വരുന്ന കർത്താവ് എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണം. ഈ VBSനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൃപയോടെ കേൾക്കണമേ പിതാവേ. നമ്മുടെ ആലപ്പുഴ വെസ്റ്റ് സെൻറ്റർ IPC ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ
VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ IPC ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ VBS നടന്നുകൊണ്ടിരിക്കുകയാണ്. പറവൂർ IPC ചർച്ചിൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ വെച്ച് നടക്കുന്ന VBSനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമുക്ക് ഒരുമിച്ച് കേൾക്കാം. നമ്മളോടൊപ്പം IPC ഈ പറവൂർ IPCയുടെ അസിസ്റ്റന്റ് പാസ്റ്ററും സെക്രട്ടറിയുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനുണ്ട്. ഇപ്പം നമ്മളോട് അഭിപ്രായങ്ങൾ പറയാം. നല്ല എല്ലാം കൊണ്ടും നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട VBS ആയിരുന്നു. ഇവിടെ ഇന്നലെ പ്രാർത്ഥിച്ച് ആരംഭിച്ചപ്പം മുതൽ ഇതുവരെയും വളരെ അനുഗ്രഹമായ രീതിയിൽ VBS നടക്കുവാൻ ദൈവം സഹായിച്ചു. ഇതിൻ്റെ എക്സലൻ്റ് ഡയറക്ടറുമായിട്ട് കടന്നു വന്ന ആ 2 ദൈവദാസന്മാർ അവരുടെ വളരെ അനുഗ്രഹമേറിയ രീതിയിൽ അവരെ പാട്ടുകൾ പഠിപ്പിക്കുവാനും കഥകൾ പറയുവാനും കുഞ്ഞുങ്ങളെ വചനങ്ങൾ പഠിപ്പിക്കുവാനും ഒക്കെ അവരെ ദൈവം ഉപയോഗിച്ചു. അത് കടന്നു വന്ന കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഈ സഭയിൽ മറ്റുള്ളവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരുന്നു, ഒരു വലിയ അനുഭൂതിയായിരുന്നു എന്ന് മാത്രമാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാ നിലവാരത്തിലും നിങ്ങളുടെ VBS വളരെ അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ കർത്താവ് സഹായിച്ചു. കടന്നു വന്ന നിങ്ങളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു പാസ്റ്റർ. അപ്പോൾ നമ്മളോടൊപ്പം അധ്യാപകനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പ്രിയ ഐസക് പാസ്റ്ററിന് നമ്മളെ കുറിച്ച് നമ്മുടെ VBSനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. IPC ആലപ്പുഴ വെസ്റ്റ് സെൻറ്ററിൻ്റെ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട തെക്കു ഭാഗത്തെ VBS പ്രത്യാശ ദീപത്തിൽ വെച്ചും വടക്ക് ഭാഗത്തെ VBS പറവൂർ IPC സഭയിൽ വെച്ചുമാണ് നടന്നത്. വളരെ മനോഹരമായ ആത്മീയ നിലവാരം പുലർത്തുന്ന ഒരു VBS ആയിരുന്നു ഈ വർഷത്തെ VBS എക്സൽ VBSൻ്റെ VBS എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല ഈ VBSന് വേണ്ടി ഞങ്ങൾക്ക് മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ദേവദാസന്മാരെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ സൂപ്രണ്ടായിട്ട് പ്രവർത്തിക്കുന്ന ദേവദാസൻ ഇവിടെയുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ഇപ്പോൾ സംസാരിക്കുന്നതായി. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 2 സ്ഥലങ്ങളിൽ ചേപ്പാട്ടും പറവൂർ സഭയിലും വെച്ച് നടന്നതായ VBS വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടത്തപ്പെട്ടു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാരണം എക്സൽ മീഡിയയുടേതായ സാറന്മാരായി വന്ന പ്രിയപ്പെട്ടവർ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു എന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ചേപ്പാട്ട് വെച്ച് നടന്നതായ VBSൽ അനേക കുഞ്ഞുങ്ങൾ അഭിഷേകം പ്രാപിപ്പാനും അപ്പോൾ തന്നെ സ്നാനപ്പെടാൻ ചിലർക്ക് തീരുമാനിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് വലിയ അനുഗ്രഹമായി ഇവിടെ മാറ്റപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മുടെ സെൻറ്ററിന് ആലപ്പുഴ സെൻറ്ററിന് ഒരു വലിയ അഭിമാനമായി തന്നെ അത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് പ്രത്യേകിച്ച് ആത്മീയ പക്വതയുള്ള കർത്താവിൻ്റെ ദാസന്മാരെ ഞങ്ങൾ കിട്ടിയതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുകയും അതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരായി കൊണ്ട് ഇടയായിത്തീർന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ അനുഭവം തന്നെയാണ്. ഞങ്ങൾ എക്സൽ മീഡിയ ഓർക്കുമ്പോൾ വളരെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കർത്താവ് പ്രിയപ്പെട്ടവരെ സഹായിക്കട്ടെ. ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രവർത്തിപ്പാൻ പല പ്രോഗ്രാമും ചെയ്യുവാൻ തക്കോണം പ്രിയപ്പെട്ടവരെയൊക്കെ അതാത് സമയങ്ങൾ അയച്ചു തരുവാൻ തക്കോണം ഇടയായിത്തീർന്നു. അതെല്ലാം ഞങ്ങൾ ഒന്നിനും മാറ്റി നിർത്തേണ്ടതായിട്ട് വന്നില്ല. എല്ലാ രീതിയിലും വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ മീറ്റിങ്ങൾ, പ്രോഗ്രാമുകൾ, പാട്ട്, ആക്ഷൻ സോങ്, അതുപോലെ പെപ്പർ ഷോ എല്ലാം അനുഗ്രഹമായി നടത്തുവാൻ പ്രിയപ്പെട്ടു. അതെല്ലാം ഒരു കോലാഹലം പോലെയല്ല, വലിയ ആത്മീയ പക്വതയിൽ തന്നെ അത് ചെയ്തെടുക്കാനിടയായി തീർന്നു എന്നതിൽ ഞങ്ങൾക്ക് അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആത്മീയ പക്വതയിൽ ആ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു എന്നതിൽ ഞങ്ങൾ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും എക്സൽ മീഡിയയിലുള്ള എല്ലാ പ്രവർത്തകരോടും പ്രത്യേകിച്ച് നന്ദി അറിയിക്കും. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജിതിൻ സാറ്, അനീഷ സാറൊക്കെ കടന്നു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നു വന്ന പ്രിയ ദൈവദാസന്മാരൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മനോജ് സാറ്, അതുപോലെ മനോജ് സാറിൻ്റെ മോള്, ഇവരൊക്കെ കടന്നു വന്ന് വളരെ ആക്റ്റീവായിട്ട് ആ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ ഇടയായിത്തീർന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കർത്താവ് എല്ലാവരും പ്രത്യേകിച്ച് എക്സൽ മീഡിയയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ഉത്തരോത്തരം വർദ്ധിച്ച് വരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ ആശംസകളും ഞങ്ങൾ നേരുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ സ്ഥലം സഭയുടെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന മാത്യു ബെഞ്ചമിൻ പാസ്റ്റർ നമ്മുടെ മധ്യമുണ്ട്. അദ്ദേഹം ചില വാക്കുകൾ ഇപ്പോൾ പ്രസ്താവിക്കുന്നത്. ഈ സഭയിലെ പാസ്റ്ററാണ്. കഴിഞ്ഞ വർഷവും എക്സൽ മീഡിയയുടെ VBS ഇവിടെ നടക്കുവാനിടയായിത്തീർന്നു. ഈ 2 വർഷങ്ങളിലും വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിലാണ് ഇവിടെ VBS നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ഇവ 2 ദിവസം കഴിഞ്ഞു. നല്ല ചിട്ടയായിട്ടുള്ള ക്ലാസ്സുകളും നല്ല ആക്ഷൻ സോങ്ങുകളും ആത്മനിറവിലുള്ള അനുഭവങ്ങളും ഞങ്ങൾ കാണുവാനിടയായിത്തീർന്നു.
എക്സൽ മീഡിയയുടെ പ്രവർത്തനത്തെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും എക്സൽ മീഡിയയ്ക്ക് നേരുന്നു. ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഭംഗിയായിട്ട് വന്ന ഗസ്റ്റ് ഉണ്ടല്ലോ, ആക്ച്വലി പിള്ളേർക്ക് വളരെ ഒരു സന്തോഷത്തിലേക്ക് വരുവാനിടയായി തോന്നുന്നു. അതിനകത്ത് അങ്ങ് ലയിച്ചു കയറുന്നു. ഒരു പ്രത്യേക അന്തരീക്ഷമായിരുന്നു ഇന്ന്. അതോർത്ത് പ്രൈസ് ലോർഡ്. എക്സൽ മിനിസ്ട്രിയുടെ ഈ പ്രാവശ്യത്തെ VBS വളരെ അനുഗ്രഹമായി നടന്നു. കാരണം ഞങ്ങൾക്ക് ഇവിടെ 3 ദിവസം ഉള്ളായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ സങ്കടമാണ് തീരുന്നു പറയുമ്പോൾ തന്നെ. പിന്നെ നെക്സ്റ്റ് ഞങ്ങൾ ഈ പ്രാവശ്യത്തെ ആഷിസോങ്ങൊക്കെ നല്ല സൂപ്പറായിരുന്നു. പഠിപ്പിക്കാൻ വന്ന ജിതി സാറ്, അനീഷ് സാറ് വളരെ ആക്റ്റീവായി അവർ ശരീരം കൊണ്ട് വളരെയധികം ഞങ്ങളെ നല്ലോണം ആഷിസോങ് പഠിപ്പിച്ചു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹവും സന്തോഷമായിരുന്നു. കുഞ്ഞുങ്ങൾ അനവധി കുഞ്ഞുങ്ങൾ കടന്നു വന്നു. അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലും ഒരു അനുഗ്രഹമായി തീർന്നു. ഞങ്ങളുടെ ആലപ്പുഴ വെസ്റ്റ് സെന്ററിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു അനുഗ്രഹമായി തീർന്നു. ഇതിൽ പ്രവർത്തിക്കുന്ന എക്സൽ VBSലെ എല്ലാ അതിൻ്റെ ഡയറക്ടേഴ്സിന് എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. ഈ പഠിപ്പിക്കാൻ ഞങ്ങൾ ടീച്ചേഴ്സ് ഉണ്ട് വരുന്ന വളരെ അനുഗ്രഹമായി തീർന്നതിന് നന്ദി അറിയിച്ചുകൊണ്ട് പ്രൈസ് ലോർഡ്. ഈ 2 ദിവസത്തെ VBS ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായി തീർന്നു. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ദൈവം സഹായിച്ചു. പ്രത്യേകിച്ച് എക്സൽ മീഡിയയെ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവം മഹത്വപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ വർഷവും ഞങ്ങളുടെ സഭയിൽ വന്ന് എക്സൽ മീഡിയയുടെ VBS നടത്തുവാൻ ദൈവം സഹായിച്ചു. ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഈ വർഷവും ഈ സഭയിൽ വന്ന് നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദേവദാസനും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എക്സൽ മീഡിയയെ ദൈവം അനുഗ്രഹിക്കട്ടെ. വരും വർഷങ്ങളിൽ വീണ്ടും കുട്ടികൾക്ക് ആത്മീയമായ എല്ലാ സന്തോഷങ്ങളും പകരട്ടെ എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ സൺഡേ സ്കൂളിൻ്റെ ട്രഷറായിട്ട് ചുമതല വഹിക്കുന്നു, വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ദാസനെ പാസ്റ്റർ ജോയ് തോമസ്. ഞാൻ 2015 മുതൽ ഈ സെൻറ്ററിലുണ്ട്. ഈ 2015 മുതൽ നടത്തപ്പെട്ട VBSൽ ഏറ്റവും വളരെ മികച്ച VBS ആണ് ഇപ്പോൾ നടന്ന പ്രത്യാശ ദൈവ ചേപ്പാട് നടന്ന VBSും ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന VBS. നേരത്തെ നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ സൂപ്രണ്ട് പറഞ്ഞതുപോലെ, ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞതുപോലെ വളരെ ആത്മനിർഭരൻ്റെ അനുഭവങ്ങൾ നമ്മുടെ ഈ എക്സൽ മിനിസ്ട്രി നിമിത്തം നടന്ന VBSൽ കാണുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 20-ലധികം കുഞ്ഞുങ്ങളിൽ അനേക കുഞ്ഞുങ്ങൾ കൃപാവരങ്ങൾ പ്രാപിപ്പാനും അനവധി കുഞ്ഞുങ്ങൾ ആത്മാവിൽ കരഞ്ഞ് അവർക്ക് ആ സന്നിധി അല്ലെങ്കിൽ ആ സ്ഥലം വിട്ടു പോകാൻ മനസ്സിലാതിരിക്കുന്ന അനുഭവങ്ങൾ കാണുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഒരു പകർച്ച എന്ന വണ്ണം ഇവിടെ നടക്കുന്ന ഈ 2 ദിന VBSലും അതേ ഒരു ആത്മീയ അന്തരീക്ഷം കാണുവാൻ കഴിഞ്ഞു. അതിനൊക്കെ പിമ്പിൽ പ്രവർത്തിച്ച എക്സൽ മിനിസ്ട്രീസ്, പ്രത്യേകിച്ച് ജിതിൻ സാറ്, കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്നുപോയ മറ്റ് മനോജ് സാറ്, എല്ലാവരെയും ഓർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഇങ്ങനെയൊരു ക്രമീകരണം നടത്തുവാൻ ഈ സ്ഥലം സഭ കാണിച്ച ഉത്സാഹം അവർ കഴിഞ്ഞ വർഷവും നമ്മുടെ VBSനൊപ്പം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവർ VBSനൊപ്പം ഞങ്ങൾക്ക് കൂടെ നിന്ന് സഹകരിക്കുന്നു. അവരെ ഓർത്ത് ഞങ്ങൾക്ക് വളരെ സന്തോഷം, അഭിമാനമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. തുടർന്നുള്ള നാളുകളിൽ നിങ്ങളുടെ പ്രവർത്തനം ലോകത്തിന്, രാജ്യത്തിന്, ദൈവമക്കൾക്ക്, ദൈവ കുഞ്ഞുങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളിൽ കൂടി അനേക കുഞ്ഞുങ്ങൾ ക്രിസ്തുവിനെ അറിയുന്നതിന് കാരണമാകട്ടെ. ദൈവരാജ്യത്തിന്റെ വക്താക്കളായി വാർത്തെടുക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞങ്ങൾ സൺഡേ സ്കൂളിന്റെ പേരിലും ആശംസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഇത് ഞങ്ങളുടെ സൺഡേ സ്കൂൾ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ജോയ്ച്ചാനാണ്. വളരെ ആക്റ്റീവാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുക്കുവാനും ചില കാര്യങ്ങളൊക്കെ അഭിപ്രായം പറയുവാനും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ജോയ്ച്ചാനാണ്. ഇതുപോലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയാണ്. എങ്കിലും പിള്ളേരോടൊപ്പം ആക്ഷൻ സോങ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഓടിച്ചാടി വരുന്ന അപ്പച്ചനാണ്. നമുക്കൊരു എന്താണ് VBSനെ കുറിച്ച് പറയാനുള്ളത്? VBS വളരെ മനോഹരമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചേപ്പാട്ട് വെച്ച് നടന്ന VBSും അത് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നടത്തുവാൻ കർത്താവ് സഹായിച്ച കൃപയ്ക്ക് നന്ദിയോടെ സ്തോത്രം. വളരെ ആക്റ്റീവായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഒക്കെ അനുഗ്രഹമായിരുന്നു. പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ദൈവദാസന്മാർക്കായി നന്ദിയോടെ സ്തോത്രം. വീണ്ടും ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ കിട്ടുകയാണെങ്കിൽ നിങ്ങളെ സമീപിച്ച് ഞങ്ങൾ VBS നടത്തുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ചേപ്പാട്ട് നടന്ന ഈ VBSന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അനേക കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം കാണുവാൻ ഇടയായി തീർന്നു. ഒരു വലിയ സമർപ്പണത്തിലേക്ക്, വലിയൊരു അനുതാപത്തിലേക്ക്, ഒരു കരച്ചിലിൻ്റെ അനുഭവത്തിലേക്ക് കുഞ്ഞുങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് നിർത്തുവാൻ പോലും കഴിയാൻ വയ്യാത്ത ഒരു അനുഭവമായിരുന്നു. പിന്നെ അങ്ങ് നിർത്തുകയായിരുന്നു ആ സെക്ഷൻ. അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു. വളരെ ആത്മീയ പകർച്ചയായിരുന്നു. അത് ഞങ്ങളുടെ സൺഡേ സ്കൂളിലുള്ള ബന്ധത്തിൽ അത് മറക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് എന്ന് പറയുന്നതിൽ വലിയ സന്തോഷം. ഈ VBSന് നമ്മൾ 2 ടീമായിട്ട് തിരിച്ചിരുന്നു. ഒന്ന് ബഥേൽ ടീമും ഒന്ന് ഹെബ്രോൻ ടീമുമായിരുന്നു. ബഥേൽ ടീമിന്റെ ലീഡറും ഹെബ്രോൻ ടീമിന്റെ ലീഡറും നമ്മളോടൊപ്പമുണ്ട്. ബഥേൽ ടീമിന്റെ ലീഡർ VBSനെ കുറിച്ചുള്ള അഭിപ്രായം പറയുന്നു.
ഇതെൻ്റെ എക്സൽ മിനിസ്ട്രസിൻ്റെ രണ്ടാമത്തെ VBS ആണ് ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നതും എല്ലാ പിള്ളേർക്കും റിലീജിയസ് ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ നമുക്ക് എല്ലാ പിള്ളേർക്കും കൂടെ ദൈവത്തെ അറിയാൻ കിട്ടുന്ന ഒരു അവസരം VBS എന്നല്ലാതെ വേറൊരു ഒരു ഇവൻ്റ് ഇല്ല. സോ ഇനിയും പിള്ളേർ വരികയും ഇനിയും ഈ ഒരു എക്സൽ മിനിസ്ട്രീസിൽ വന്ന് ദൈവത്തെ അറിയാൻ ശ്രമിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്ക് നേരെ ചെലപ്പം വല്ലാത്ത കാലമാ നേരെ നോക്കണോ എന്നോടാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും കൊള്ളാം. നമുക്ക് നമ്മുടെ ഹെബ്രോൻ ടീമിന്റെ ലീഡർ നമ്മളോടൊപ്പം വന്ന് VBSനെ കുറിച്ചുള്ള അഭിപ്രായം. വളരെ സന്തോഷമായിരുന്നു ഇതുകൂട്ട് ഒരു VBS പങ്കെടുക്കാനും ഇതോട്ട് ക്യാപ്റ്റനായിട്ട് ഇരിക്കാനും വളരെ സന്തോഷമായിരുന്നു. ഈ VBS തുടർന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നാളെ കൊണ്ട് തീരുന്ന സങ്കടമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിട്ട് മറ്റേ മങ്കി ചേട്ടാ, അതും എൻ്റെ മുഖത്ത് നോക്കി വിളിച്ച പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഏതായാലും മങ്കി ചേട്ടയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. VBS തുടങ്ങിയ നാളിൽ ഞങ്ങൾ VBSന്റെ തുടക്കത്തിൽ ടീച്ചേഴ്സ് ക്ലാസ് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് ക്ലാസ്സിന് പങ്കെടുത്ത സ്റ്റുഡൻ്റ് ആണ് പ്രിയ ജോയല്. VBSനെ കുറിച്ച് 2 വാക്ക്. VBS നല്ലൊരു അനുഗ്രഹമായിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു, കുഴപ്പമില്ല, നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു, ഏതായാലും നല്ലതായിരുന്നു. നാളെ തീരുന്ന ഒരു വിഷമമുണ്ട്, ഏതായാലും കൊള്ളായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട മങ്കിച്ച. VBS വളരെ അനുഗ്രഹമായി നടന്നു വരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ VBS ഈ വർഷത്തെ നടക്കുന്ന 3 ദിന VBSന്റെ 2ാം ദിനമാണ് ഇന്ന് സഭയിൽ നടന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട VBS ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കുട്ടികളെ കൊണ്ടുവരുമ്പോഴും കൊണ്ടുപോകുമ്പോഴും അവരിലുണ്ടാകുന്ന വലിയ സന്തോഷം. ഇങ്ങോട്ട് വന്നത് ആദ്യ ദിവസങ്ങളിലൊക്കെ പലരും പ്രയാസപ്പെട്ടാ വന്നതെങ്കിൽ 2ാം തിരിച്ചു പോയതും ഇന്ന് വന്നതും പോകുന്നതൊക്കെ വളരെ സന്തോഷത്തോടെയും തിരിച്ചു പോകുമ്പോൾ വളരെ വിഷമിച്ചു അവർ പോകുന്നത് കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ VBS 3 ദിവസം കൊണ്ട് തീരുന്നു എന്നുള്ളത് കുട്ടികൾക്കെല്ലാം വലിയ സങ്കടകരമായ ഒരു അനുഭവമാണ്. അടുത്ത വർഷം എല്ലാവരും എന്ത് പറഞ്ഞു ഞങ്ങളെ ഒരു 5 ദിവസം അതിൽ കൂടുതൽ ദിവസമൊക്കെ നടത്തണം എന്ന് പറഞ്ഞതുകൊണ്ട് VBSന് വളരെ നല്ല പ്രതികരണമാണ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികളുടെ മക്കൾ മാത്രമല്ല, സമൂഹത്തുള്ള നാനാജാതി മതസ്ഥരായ ആളുകളുടെ മക്കൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ VBSന്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാ പ്രിയ ദേവദാസന്മാർക്കും ഈ ടീമിനും കർത്താവ് വലിയ നന്മകളെ അനുഗ്രഹങ്ങളെല്ലാം നൽകട്ടെ. അടുത്ത വർഷം കൂടുതൽ ദിവസം നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവഹിത പ്രകാരം എല്ലാം തീരേണ്ടതിന് ഇത് കാണുന്ന ഏവരും പ്രാർത്ഥിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇപ്രാവശ്യത്തെ VBSനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എക്സൽ VBS വളരെ അനുഗ്രഹമായിരുന്നു. കുഞ്ഞുങ്ങൾക്കൊക്കെ പാട്ടുകളും എല്ലാം ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ്സുകളായിരുന്നു. വന്ന് ക്ലാസ് എടുത്ത സാറുമാരും നല്ല സാറുമാരായിരുന്നു. അത് കുഞ്ഞുങ്ങൾക്കൊരു പ്രചോദനമായിരുന്നു. ഓക്കെ, ബണ്ണി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? വല്ലാത്ത കാലമാണ്. ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ആത്മപ്രചോദനം നൽകുന്നൊരു സോങ് ആയിരുന്നു. അതിന് കുട്ടികളെല്ലാം നല്ല ഹാപ്പി ആയിരുന്നു. ആക്ഷൻ സോങ്ങുകളും ക്ലാസ്സുകളും ഒക്കെ അനുഗ്രഹമായിരുന്നു. ബണ്ണി ഇഷ്ടപ്പെട്ടു? ബണ്ണി ഇഷ്ടപ്പെട്ട പാട്ട് അത് തന്നെ. VBS എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ? എല്ലാവരുടെയും അഭിപ്രായം? സൂപ്പറായിരുന്നു. ഓക്കെ, താങ്ക് യു. എന്തോ കുറച്ച് ദിവസം കുറഞ്ഞു പോയതിന്റെ സങ്കടത്തിലാണ് എല്ലാവരും. 3 ദിവസം ഉള്ളായിരുന്നു ഇപ്രാവശ്യത്തെ VBS. വളരെ അനുഗ്രഹമായിരുന്നു, സന്തോഷമായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വരും ദിവസത്തിൽ അടുത്ത വർഷം ഇനി VBS വെക്കുമ്പോൾ എത്ര ദിവസം വെക്കും നിങ്ങൾ സജസ്റ്റ് ചെയ്യും? 5 ദിവസം, ഒരാഴ്ച ആഗ്രഹമുണ്ട്. അപ്പൊ അടുത്ത വർഷം ഒരാഴ്ച കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. VBS എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ സോങ് ഏതായിരുന്നു? അങ്ങനെയല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് റാപ്പാണ് ഇഷ്ടപ്പെട്ടത്. അപ്പം വളരെ മനോഹരമായ പാട്ടുകളാണ് ഇപ്രാവശ്യം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. VBSനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ? ബണ്ണിയൊക്കെ വന്നത് ഭയങ്കര ബണ്ണി ഇഷ്ടപ്പെട്ടു. 5 ദിവസം കൂടെ സങ്കടമുണ്ടോ VBS തീരുന്നതിൽ ഇവർക്ക് അതിയായ സങ്കടമുണ്ട്. എങ്കിലും 3 ദിവസം കൊണ്ട് ഇവിടുത്തെ VBS തീരുകയാണ്. അടുത്ത വർഷം ഇവർ 5 ദിവസം 6 ദിവസം ഒക്കെ VBS വെക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വർഷം കാണാം. ഓക്കെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത VBS ആയിരുന്നു ചേപ്പാട് വെച്ച് നടന്ന VBSും അതുപോലെ തന്നെ ഇപ്പോൾ പറവൂര് വെച്ച് നടക്കുന്ന VBSും വളരെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ്. ഈ 2 VBSിലും പങ്കെടുത്ത വിദ്യാർത്ഥികളാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. 2 വാക്ക് ഇവർ VBSനെ കുറിച്ച് പറയും. ഇപ്പൊ നോയല് VBS എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. പാട്ട് ഏതാ ഇഷ്ടപ്പെട്ടത്? വല്ലാത്ത കാലം. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതായിരുന്നു? കൊരങ്ങച്ചന്റെ പാട്ടാണ്. ഏതായാലും കൊള്ളാം. VBS എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി VBS ആയിരുന്നു. ഒരിക്കലും മറക്കാത്ത എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഇല്ല. VBS എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. VBS എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഒട്ടും മറക്കാൻ പറ്റാത്ത VBS. അടിപൊളി VBS ആയിരുന്നു. അപ്പം നല്ല റിവ്യൂസ് ആണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി VBS ആയിരുന്നെന്ന്. ഓക്കെ, കർത്താവ് വീണ്ടും